കൊൽക്കത്തയുടെ വിജനമായ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഗൈസ് ഈ ബംഗാളി എണ്ണച്ചിനെ ഞാൻ പരിചയപ്പെട്ടത്. പുള്ളിയുടെ കയ്യിലാണെങ്കിലും നമ്മുടെ നാട്ടിലാത്ത എന്തൊക്കെയോ കുറേ ഫലഭൂയിഷ്ടമായ പഴങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് ചെന്നത്. ആദ്യമായിട്ട് കടൽ കാണാൻ പോയ കൊച്ചിനെ പോലെ രണ്ടാമത് ബംഗാൾ കാണാൻ വന്ന മലയാളിയായ ഞാൻ ബംഗാളി അറിയില്ലെങ്കിലും എരപ്പാളി ഭാഷയിൽ എല്ലാത്തിൻ്റെയും പേര് ചോദിച്ചെങ്കിലും ഒന്നും മനസ്സിലാവാണ്ട് ദേ ഇരുന്ന് ക്യാമറ നോക്കി പട്ടിഷോ കാണിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ പുള്ളി പറഞ്ഞു എന്തായാലും കേരളത്തിൽ നിന്ന് കൊൽക്കത്ത വരെ തെണ്ടി തിരിയാൻ വന്നല്ലേ, അപ്പോൾ ഇവിടുത്തെ ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പിന്നെ അരിയല്ല അങ്ങനെ അരിഞ്ഞ് ഉപ്പും മുളകും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് എന്തൊക്കെ ഒരു സാധനം എനിക്ക് ഉണ്ടാക്കി തന്ന് ചമ്മന്തി പരുവത്തിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ സംഭവിച്ചതെല്ലാം ഗുഡിന്. ഇനി നാളെ വയറിളകിയാൽ അത് വെരി വെരി ഗുഡിന്. ഞാനാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ എന്ന് പറഞ്ഞാൽ അതങ്ങ് വാങ്ങി തട്ടി കയറ്റി. ആക്രാന്തം പിടിച്ചിട്ടാണെങ്കിൽ 1-2 കഷ്ണം താഴെയും പോയി ഗൈസ്. ബംഗാളി ആണെങ്കിൽ അരിയിൽ നിർത്തണ്ടായില്ല, ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നു. നല്ല ബംഗാളിയായിരുന്നു, പാവം ബംഗാളി. പിന്നെ നാട്ടിൽ ഇറച്ചി വാങ്ങുമ്പോൾ കിട്ടുന്ന കൂട്ടിൽ കെട്ടി ഞാൻ കുറച്ച് പഴങ്ങളൊക്കെ ഇങ്ങനെ പാഴ്സലാക്കിയിട്ടുണ്ട്. തണുത്ത് ഫ്രിഡ്ജിലിരിക്കണ പല്ലിയുടെ അവസ്ഥയാണ് ഈ പെണ്ണിനെങ്കിൽ ഈ പെണ്ണിന് തീറ്റയ്ക്ക് മാത്രം ഒരു കുറവില്ല ഗൈസ്. അപ്പം ശരി, വീണ്ടും കാണാം.